ലഹരിമരുന്ന് ഇടപാടിനിടെ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ലഹരിക്കായി വിറ്റഴിച്ചത് ശരിക്കും 1 കോടിയിലേറെ രൂപയുടെ സ്വത്തായിരുന്നുവെന്ന് തെലങ്കാന ആന്റി നർക്കോട്ടിക്സ് ബ്യൂറോ കണ്ടെത്തിയിരിക്കുകയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്തെ മുൻനിര സ്വകാര്യ ആശുപത്രി ശൃംഖലയുടെ സ്ഥാപകന്റെ മകളും അതുപോലെ സിഇഒയുമായ ഡോക്ടർ നമത്രാജ് ചിഗുരുപതിയാണ് കഴിഞ്ഞ ദിവസം 53 ഗ്രാം കൊക്കൈനുമായി പ്രധാനമായിട്ടും പിടിയിലായിരുന്നത്. നമത്രയ്ക്ക് കൊക്കൈൻ നൽകിയ മുംബൈ സ്വദേശി ബാലകൃഷ്ണയും നിലവിൽ പിടിയിലായിട്ടുണ്ട്. അതുപോലെ ഏകദേശം 5 ലക്ഷം രൂപ വില വരുന്ന ലഹരിമരുന്നായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതും. കൂടാതെ ഇരുവരെയും റിമാൻഡും ചെയ്തു. ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന നിലയിലായിരുന്നു നമത്ര ഉണ്ടായിരുന്നത്. ഡോക്ടറിന് ലഹരി കൊടുത്തയച്ച വംശ് താക്കർ എന്ന ആളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷണം വലിയ രീതിയിൽ പുരോഗമിക്കുന്നത്. മുംബൈയിലെ DJ പാർട്ടികളിൽ വെച്ചായിരുന്നു ഇയാളെ ഡോക്ടർ പരിചയപ്പെട്ടതെന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ അതാണ്. വ്യാഴാഴ്ച വൈകിട്ട് ഹൈദരാബാദിലെ റായ്ദുർഗയിൽ വെച്ചായിരുന്നു ധാക്കറുടെ വിതരണക്കാരൻ ബാലകൃഷ്ണയിൽ നിന്ന് നമത്ര ലഹരി കൂടുതലും വാങ്ങിയിരുന്നത്. ഈ സമയം പോലീസ് അവിടേക്ക് എത്തി. തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു.